സഹകരണ ബാങ്കുകൾ വീട് ജപ്തി ചെയ്യരുതെന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രഖ്യാപനം പ്രഹസനമായി മാറുന്നു. സഹകരണ വകുപ്പ് ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയിൽ മറുപടി നൽകാനില്ലെന്നാണ് സഹകരണ വകുപ്പിന്റെ നിലപാട്. വിഷയം സംബന്ധിച്ച ചോദ്യങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്ന മറുപടി നൽകി സഹകരണ വകുപ്പ് ഒഴിഞ്ഞുമാറുകയാണ്. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഈ സഹകരണ ബാങ്കുകൾ വീടടക്കം ജപ്തി ചെയ്യുന്ന നടപടി പാടില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖകളിൽ ഇതിനൊരു കൃത്യമായ വിശദീകരണമോ മറുപടിയോ നൽകാൻ സഹകരണ വകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്? ഫെബ്രുവരി 10 മുഖ്യമന്ത്രി നിയമസഭയിൽ സർഫാസി നിയമപ്രകാരം സഹകരണ ബാങ്കുകൾ നടപടി സ്വീകരിക്കുമ്പോൾ വീടുള്ള ഭൂമികൾ അത് ജപ്തി ചെയ്യരുത് എന്നുള്ളൊരു നിർദ്ദേശം സഹകരണ ബാങ്കുകൾക്ക് നൽകുമെന്ന് പറഞ്ഞത്. അന്ന് തന്നെ ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പം ചർച്ച ചെയ്താണ്. പ്രത്യേകിച്ച് ഈ റിസർവ് ബാങ്കിൻ്റെ ചട്ടങ്ങൾക്കനുസരിച്ച് പണമിടപാടുകളും പലിശയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു സഹകരണ സംഘത്തിന് എങ്ങനെയാണ് സർക്കാരിന് ഈ വിധത്തിൽ ഇത്തരത്തിലൊരു പലിശയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജപ്തി അടക്കമുള്ള നടപടികളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുക എന്നൊരു ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു. പല സഹകരണ ബാങ്കുകളും ഇത് സംബന്ധിച്ച സംശയമൊക്കെ പ്രകടിപ്പിച്ചതാണ്. പക്ഷേ അന്നത് കൂടുതൽ ചർച്ചയിലേക്ക് സർക്കാർ പോകുന്ന ഒരു സാഹചര്യം സർക്കാർ സൃഷ്ടിച്ചില്ല. ഇപ്പോൾ ഇത് സംബന്ധിച്ച ഈ വിവരാവകാശ ചോദ്യത്തിനും സർക്കാർ കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുഖ്യമന്ത്രി ഇത്തരമൊരു കാര്യം പറഞ്ഞത് അത് സഹകരണ വകുപ്പിന്റെ അറിവോടെയാണോ? സഹകരണ വകുപ്പ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം സഹകരണ ബാങ്കുകൾക്ക് നൽകിയിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ ഉത്തരവുകളോ ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഉത്തരവുകളുടെയൊക്കെ പകർപ്പ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ വിവരാവകാശ മറുപടിക്കായി അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത്. പക്ഷേ നൽകിയ മറുപടി വളരെ രസകരമാണ്. ഒന്ന്, ഇത്തരം അപേക്ഷകൾ ഉണ്ടോ അല്ലെങ്കിൽ ഇത്തരമൊരു ഉത്തരവുണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നുമായിരിക്കും സാധാരണഗതിയിൽ വിവരാവകാശ അപേക്ഷകൾ ഉണ്ടാകുന്ന മറുപടി. പക്ഷേ പകരം സുദീർഘമായ ഒരു പാരഗ്രാഫ് നിറച്ച് വിവരാവകാശ നിയമത്തിൻ്റെ രീതികളും കാര്യങ്ങളും ഒക്കെ ഓർമ്മപ്പെടുത്തുകയും അത് സംബന്ധിച്ച് അവസാനം ഈ പറയുന്ന ചോദ്യങ്ങളൊന്നും വിവരാവകാശത്തിൻ്റെ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്ന രീതിയിൽ ഒരു മറുപടി നൽകി ഒഴിഞ്ഞു മാറുകയാണ് സഹകരണ വകുപ്പ് ചെയ്തത്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി നിയമസഭയിൽ ഇത്തരമൊരു പ്രസംഗം നടത്തിയെന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്കും ഇത് സംബന്ധിച്ച് സഹകരണ വകുപ്പ് കടന്നിട്ടില്ല എന്നുള്ളതാണ്. അതിന് കാരണമായി നമുക്കൊരു പക്ഷേ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത് ഇത്തരമൊരു ഉത്തരവിറക്കാനോ അത്തരമൊരു നിർദ്ദേശം നൽകാനോ സഹകരണ വകുപ്പിനോ സർക്കാരിനോ കഴിയാത്തൊരു സാഹചര്യത്തിൽ തന്നെ ആയിരിക്കണം ഇത്തരത്തിലൊരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകാത്തത്. മുഖ്യമന്ത്രി നിയമസഭയിൽ ഇത്തരത്തിൽ സഹകരണ വകുപ്പ് മന്ത്രിയുടെ പ്രസംഗത്തിൽ ഇടപെട്ടൊരു ഇത്തരമൊരു വാചകമോ അല്ലെങ്കിൽ ഇത്തരമൊരു കാര്യം പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായൊരു നടപടി സ്വീകരിക്കാൻ സർക്കാരിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും സഹകരണ വകുപ്പ് അതിൽ ഒളിച്ചുകളി തുടരുകയാണ്. മുഖ്യമന്ത്രി ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്ന് സഹകരണ വകുപ്പ് പറയാൻ തയ്യാറല്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഇത്തരത്തിൽ ഏതെങ്കിലും നിർദ്ദേശങ്ങളോ കത്തുകളോ ഉത്തരവുകളോ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സഹകരണ വകുപ്പ് മറുപടി പറയാൻ തയ്യാറല്ല. അതോടൊപ്പം സഹകരണ വകുപ്പ് എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും മറുപടി നൽകാൻ സഹകരണ വകുപ്പ് തയ്യാറാകുന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വിവരാവകാശ നിയമത്തിൻ്റെ ചില ഈ നൂലാമാലകളൊക്കെ ഉപയോഗിച്ച് അതിൽ നിന്ന് മറുപടി നൽകുന്നതിൽ നിന്ന് പൂർണ്ണമായും സഹകരണ വകുപ്പ് ഒഴിഞ്ഞു മാറുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ച് പല ഈ പകർപ്പുകൾ നൽകുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും വിവരങ്ങൾ ക്രോഡീകരിച്ച് നൽകുക, ശേഖരിച്ച് നൽകുക, സുദീർഘവും സങ്കീർണവുമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക, ഇതൊന്നും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്നുള്ളൊക്കെയാണ് ഈ ചോദ്യത്തിന് മറുപടിയായി സഹകരണ വകുപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും സഹകരണ ബാങ്കുകളുടെ വായ്പാ നടപടികളുമായി ബന്ധപ്പെട്ട് ജപ്തി നടപടിയിലേക്ക് പോകുന്നത് ഒഴിവാക്കുമെന്ന, വീടുകളുള്ള ഭൂമി ഒഴിവാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അതൊരു പ്രഹസനം മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതിന് ഈ സഹകരണ വകുപ്പിൻ്റെ ഈ നിലപാടുകൾ തന്നെ തെളിവാണ്. കാരണം ഇത്തരമൊരു ഉത്തരവോ ഇത്തരമൊരു നിർദ്ദേശമോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ സഹകരണ വകുപ്പിൽ നിന്നോ നൽകിയിട്ടുണ്ടെങ്കിൽ വിവരാവകാശ ചോദ്യത്തിൻ്റെ മറുപടിയായി ഉറപ്പായും അത് നൽകാൻ സഹകരണ വകുപ്പ് തയ്യാറാവും. കാരണം ഇത്തരമൊരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകി അത് ഞങ്ങൾ നടപ്പിലാക്കി എന്നുള്ളൊരു അവകാശവാദമൊക്കെ ഉന്നയിക്കാൻ അവർക്ക് കഴിയുന്നൊരു വിഷയവുമാണ്. പക്ഷേ അതിലേക്കൊന്നും പോകാതെ ഇത്തരമൊരു ചോദ്യത്തിനെ മറുപടി നൽകാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമ്മൾ പല വിവരാവകാശ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. കാരണം ഒരു ഉത്തരവുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് അത്തരമൊരു ഉത്തരവ് ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും പറയുന്ന സാഹചര്യം തന്നെയാണ് വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങൾ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അപേക്ഷകൾ നൽകിയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ സഹകരണ വകുപ്പിന് മാത്രം അക്കാര്യത്തിൽ പുതിയ ചില കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതിന് കാരണം, ഒന്നാമത്തെ കാരണം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അത് പ്രഖ്യാപനം മാത്രമായി തുടരുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യവും. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഉത്തരവോ നിർദ്ദേശമോ സർക്കാർ ഇനിയും നൽകാനുള്ള സാധ്യതയുമില്ല. അതെ, ശരി പ്രജിത്ത്. എന്തായാലും
മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രഖ്യാപനമാണ് ഒരു പ്രഹസനമായി മാറുന്ന കാഴ്ച നമ്മൾ ഈ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട് കാണുന്നത്. അതായത് സഹകരണ ബാങ്കുകൾ വീടടക്കം ജപ്തി ചെയ്യരുത് എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. സഭയിൽ പ്രഖ്യാപനമായി പറയുകയും ചെയ്തു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ രേഖകളിലൂടെ ആരാഞ്ഞപ്പോൾ അതിന് ഒരു മറുപടിയും നൽകാൻ വിവരാവകാശത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നുള്ളതാണ്. കാരണം ഉത്തരം അത്ര രസകരമല്ല, അതുകൊണ്ടാണ് അത് ആ പരിധിയിൽ വരാത്തത്. അതെ, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.